ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 69ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒത്തിരി വിദ്യാർത്ഥികളുടെയും അതുപോലെ തന്നെ മാതാപിതാക്കളുടെയും റിക്വസ്റ്റ് പ്രകാരമാണ്. അവർ ചോദിക്കുന്നു, സാർ VIT വീഡിയോ എവിടെ, എക്സ്പെക്റ്റഡ് കട്ട് ഓഫിൻ്റെ വീഡിയോ എന്ത് എന്നുള്ളതാണ്. സാർ, ശരിക്കും VITയുടെ റിസൾട്ട് വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ജെയ്മെയിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ തുടങ്ങിയിട്ടില്ല. കീമിൻ്റെ റിസൾട്ട് വരുന്നതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് പോലുമില്ല. പക്ഷേ ഈ പറയുന്ന VITയിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. ഒരാഴ്ചയ്ക്കകം ഈ പറയുന്ന പ്രൊസീജിയറുകളെല്ലാം കംപ്ലീറ്റ് ചെയ്യും. അതായത് ഭൂരിഭാഗം വിദ്യാർത്ഥികൾക്കും മറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും സമയമില്ലാത്തൊരു സാഹചര്യം. സാർ, ഞാൻ VIT ചൂസ് ചെയ്യുന്നത് ഒരു ശരിയായ തീരുമാനമാണോ? VIT നമ്മൾ നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്. ഏത് രീതിയിൽ നമ്മൾ കണക്കിലെടുത്താലും നമ്മൾ സാധാരണ ഒരു എഞ്ചിനീയറിംഗ് കോളേജിനെ നമ്മൾ അത് ഏത് ലെവലിൽ വരും എന്നറിയാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യാവുന്നത് എൻ്റെ ഒരു NIRF റാങ്കിങ് എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ. നമ്മൾ NIRF റാങ്കിങ് പരിഗണിച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് എന്ന് പറഞ്ഞാൽ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസിൻ്റെ ഒരു കാറ്റഗറിയിൽ ഒന്നാം സ്ഥാനത്ത് തന്നെ നിൽക്കുന്നത് VIT ആണ്. VIT വെല്ലൂരാണ്. അപ്പോൾ തന്നെ നമുക്ക് ആ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എമിനൻസ് പദവി കിട്ടിയ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. തന്നെയുമല്ല ഒരുപാട് കമ്പനികളുടെ എക്സലൻസ് അക്കാഡമിക് എക്സലൻസ് സെൻറ്റേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുപോലെ തന്നെ അഡ്വാൻസ്ഡ് ലേണിംഗ് സെൻറ്റേഴ്സ് ഉണ്ട്. സെൻറ്റർ ഓഫ് എക്സലൻസ് ആയിട്ട് പല കമ്പനികളും ഇതിനെ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഒത്തിരി സാധ്യതകൾ, അല്ലെങ്കിൽ ഒരുപാട് അവിടെ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് പല രീതിയിൽ നല്ലൊരു എക്സ്പോഷർ കിട്ടാൻ സാധ്യതയുണ്ട്. എന്നാൽ അത്യാവശ്യം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ട് അക്കാഡമിക്ക് ഫോക്കസ് ചെയ്ത് നല്ല രീതിയിൽ പോകുന്നു. നമ്മൾ പറയാറുണ്ട് വലിയൊരു ആൾക്കൂട്ടമാണ് അവിടെ എന്നൊക്കെ പറയാറുണ്ട്. എങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് കമ്പനികൾ അവിടെ വരുന്നുണ്ട്. പ്ലേസ്മെൻറ്റ്സും അതുപോലെ കിട്ടുന്നുണ്ട്. ഇപ്പോൾ അതിനകത്ത് പല കാര്യങ്ങളുണ്ട്. കുട്ടികളുടെ എണ്ണം വളരെ കൂടുതലാണ് എന്നൊരു കാര്യമുണ്ട്. എങ്കിൽ പോലും ചില നല്ല പ്ലേസ്മെൻറ്റ്സൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പരിഗണിക്കാവുന്ന, ഇപ്പോൾ ജെയ്മെയിനിലേക്ക് നമ്മൾ വരുമ്പോൾ ജെയ്മെയിൻ്റെ ജൂൺ 2 ജൂൺ 3 കൊണ്ട് ജോസയുടെ അഡ്മിഷൻ പ്രൊസീജിയർ അലോട്ട്മെൻറ്റ് ആരംഭിക്കുകയുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഇപ്പോൾ ഏറ്റവും ആദ്യം വന്നിരിക്കുന്നത് VIT തന്നെയാണ്. അപ്പോൾ നമുക്കൊരു ഡിസിഷൻ അവിടെ ഒരു പെൻഡിങ് ആണെങ്കിൽ ചെയ്യാവുന്നൊരു കാര്യം, ഇപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കേണ്ടത് 5,000 പ്ലസ് GST ആണ്. അതായത് ഒരു 5,900 രൂപ ഏകദേശം നമ്മൾ അടയ്ക്കേണ്ടി വരും. 5,900 രൂപ നമ്മൾ അടച്ച് നമ്മൾ ഇത് ഓൺലൈൻ പ്രോസസ്സാണ്. അതുകൊണ്ട് നമ്മളാരും VITയിൽ ഇപ്പോൾ ചെല്ലേണ്ട കാര്യമൊന്നുമില്ല. ഓൺലൈനായിട്ട് തന്നെ നമ്മൾ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ കംപ്ലീറ്റ് നമുക്ക് ഓൺലൈനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. നമുക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നു. ഈ സമയത്തൊന്നും നമ്മളവിടെ എത്തിപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. നമുക്കൊരു അഡ്മിഷൻ അവിടെ കിട്ടുന്നു എന്ന് വിചാരിക്കുക. നമ്മളിപ്പോൾ ആഗ്രഹിച്ച ഒരു കോഴ്സ് തന്നെ അവിടെ കിട്ടുന്നു. ഇവിടുത്തെ ഒരു പ്രത്യേകത, പലരും പറയാറുണ്ട് VIT വളരെ കോസ്റ്റ്ലിയാണ്, നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ നമ്മൾ കാണുന്നത് പല ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസിൻ്റെയും ഫീസ് സ്ട്രക്ചർ വെച്ച് നോക്കുമ്പോൾ VITയിലെ ഫീസ് സ്ട്രക്ചർ അത്ര ഉയർന്നതല്ല. കാരണം VITയിലെ 2 ഗ്രൂപ്പ് ബ്രാഞ്ചസ് ഉണ്ട്, എഞ്ചിനീയറിംഗ് ബ്രാഞ്ചസ്. ഗ്രൂപ്പ് A എന്ന് പറയുമ്പോൾ അതിനകത്ത് കെമിക്കൽ അതുപോലെ അല്ലെങ്കിൽ ബയോടെക്നോളജി പോലെയുള്ള ഇലക്ട്രിക്കൽ പോലെയുള്ള ബ്രാഞ്ചസ് ആവാൻ. അവിടെ ഒരു 1.73 ആണ് ഈ ഫസ്റ്റ് കാറ്റഗറി 1 വരുന്നത്. അതൊരു സെമസ്റ്റർ ഫീസ്, ഒരു ഇയർ ഫീസ്. അതെ. അതേസമയം രണ്ടാമത്തേലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ കാറ്റഗറി അല്ലെങ്കിൽ ബി എന്ന് പറയുമ്പോൾ കാറ്റഗറി Bയിൽ ആണ് പ്രധാനപ്പെട്ട, അതായത് നമ്മൾ പരിഗണിക്കുന്ന ഡിമാൻഡിങ് ആയിട്ടുള്ള അവിടെ ഏകദേശം 1.98 2 lakhs എന്ന് പറയാം. അപ്പോൾ 2 lakhs ആണ് കാറ്റഗറി 1. 3 സംതിങ് നിയർലി 3 ആണ്. അപ്പോൾ 3 lakhs കാറ്റഗറി 2 എന്ന് പറയാം. ദെൻ 4 lakhs കാറ്റഗറി 3 എന്ന് പറയാം. 4.5 lakhs കാറ്റഗറി 4 എന്ന് പറയാം. 5 lakhs അല്ല നിയർലി ആണ് ഞാൻ പറയുന്നത്, അതാണ് കാറ്റഗറി 5 എന്ന് പറയും. അപ്പോൾ 5 കാറ്റഗറിയിലുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല റാങ്ക്, ബിലോ 20,000 റാങ്കുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് കാറ്റഗറി 1 അപ്ലൈ ചെയ്യാനുള്ള 20,000 അതാണ് ഫസ്റ്റ് സീരീസ് വരുന്നത്. അപ്പോൾ അവർക്ക് കാറ്റഗറി 1 എത്തിച്ചേരാനുള്ള സാധ്യതകളുണ്ട്. എല്ലാ ബ്രാഞ്ചും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് ഒക്കെ ആകുമ്പം വളരെ ഉയർന്ന റാങ്ക് ഉണ്ടെങ്കിലേ, ഒരു ബിലോ 600 ഒക്കെ വന്നെങ്കിലേ, അതാണ് ഏറ്റവും ഡിമാൻഡിങ് ആയിട്ടുള്ളത് വെല്ലൂരെ, എങ്കിലേ ആ ഒരു കാറ്റഗറിയിലേക്ക് വരാൻ പറ്റുള്ളൂ. അപ്പോൾ 2 ലക്ഷം രൂപയ്ക്ക് അവിടെ പഠിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റ് പല സ്ഥാപനങ്ങളെ വെച്ച് നോക്കുമ്പോൾ
മറ്റ് പല ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് ഒട്ടും കൂടുതലല്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഒരു തരത്തിൽ വാല്യൂ ഫോർ മണി എന്ന് തന്നെ വിലയിരുത്താം. അങ്ങനെ വിലയിരുത്താം. പിന്നെ ഒരു പ്രത്യേകത നമുക്ക് പറയത്തില്ല, UGC വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫീസ് റീഫണ്ട് ചെയ്യാനുള്ള അവസരം സെപ്റ്റംബർ 30 വരെ നമുക്ക് ₹1 പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ നമ്മുടെ ഫീ റീഫണ്ട് ചെയ്ത് കിട്ടും. സെപ്റ്റംബർ 30 മുമ്പ് നമ്മൾ അപ്ലൈ ചെയ്തിരിക്കണം റീഫണ്ട് ഉണ്ടെങ്കിൽ. ഓക്കെ. അതിനുശേഷം നമുക്കൊരല്പം പൈസ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഒക്ടോബർ 31 വരെ അങ്ങനെ ഒരു സ്കീം കൂടെ ഉണ്ട്. സാറേ, ഞാൻ ഒന്നുകൂടെ ചോദിക്കാൻ ആഗ്രഹം, ഇപ്പോൾ ഒരു സെപ്റ്റംബർ 30 എന്ന് പറയുമ്പോഴത്തേനും ആ സമയം കൊണ്ട് ജെയ്മെയിൻ്റെ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറൊക്കെ ഏകദേശം എല്ലാം അവസാനിക്കും. കാരണം ജെയ്മെയിൻ്റെ ജൂൺ 3-ാം തീയതി ആരംഭിക്കുകയാണ്. ഓക്കെ. ഒരു 10-15 ദിവസം കൊണ്ട് തീരുന്ന ഒരു പ്രോസസ്സാണ്. ജെയ്മെയിൻ തന്നെയല്ല, ഇപ്പോൾ കേരളയുടെ ആണെങ്കിലും ഇനി +2-ൻ്റെ സ്റ്റേറ്റിൻ്റെ CBSEയുടെ റിസൾട്ട് വരാനുണ്ട്. അതും മിക്കവാറും ജൂൺ കൊണ്ട് റിസൾട്ട് വന്നതിന് ശേഷം മാർക്കൊക്കെ കൊടുത്ത് ജൂൺ അവസാനമാകുമ്പോൾ തീർച്ചയായിട്ടും അതും അവസാനിക്കും. പിന്നെ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ 30 വരെ സമയമുണ്ട്. അതായത് ചുരുക്കി പറഞ്ഞാൽ ആർക്കും ഒരു പൈസ പോലും നഷ്ടപ്പെടുകയില്ലാത്ത. അതിനിടയ്ക്ക് നഷ്ടപ്പെടുമെന്ന് പറയാനുള്ളത് ഈ പറഞ്ഞ ആദ്യം നമ്മൾ സൂചിപ്പിച്ച നമ്മൾ ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കുന്ന ഇതിൽ കൗൺസിലിംഗ് പങ്കെടുക്കാൻ വേണ്ടി നമുക്കൊരു ആപ്ലിക്കേഷൻ ഫീ വരുന്നുണ്ട്. 5,000, 900, 5,900 രൂപ. അത് മാത്രമേ നമുക്ക് അത് തിരിച്ച് കിട്ടുക, റീഫണ്ടബിൾ അല്ല. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ VIT നല്ല റാങ്കുള്ള ഏതൊരു വിദ്യാർത്ഥിയും അപ്ലൈ ചെയ്യുന്നതാണ് എന്തുകൊണ്ട് നല്ലത്. സേഫായിട്ട് ഇപ്പം VIT, NITയും ജെയ്മെയിൻ്റെ സ്കോറൊക്കെ നോക്കുമ്പോൾ അത്ര ഒരു ബെറ്റർ സ്കോർ ഇല്ല. പക്ഷേ VITയിൽ അത്യാവശ്യം കാറ്റഗറി 1-ലോ ഒക്കെ കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഒന്ന് സ്ട്രോങ് ആയിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കാൻ ഉള്ളൊരവസരമാണ്. ഇത്രയും പൈസ നമുക്ക് നഷ്ടപ്പെടും, വേറെ നമുക്ക് പൈസയൊന്നും നഷ്ടപ്പെടാൻ സാധ്യതയില്ല. കാരണം UGC നോംസ് അനുസരിച്ചാണ് കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സ്ഥാപനമാണത്, റെപ്യൂട്ടഡ് ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അതുകൊണ്ട് നമുക്ക് വിശ്വസിക്കുക എന്ന് തന്നെ പറയാം. ഓക്കെ സാർ, ഇനി ഏറ്റവും ഡിമാൻഡിങ് ആയ ഒരു സെക്ഷനിലേക്ക് നമ്മൾ വരുവാണ്. ഈ ഒരു വീഡിയോയുടെ മെയിൻ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ സാർ എന്തായിരിക്കും ഇപ്രാവശ്യത്തെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ്? കഴിഞ്ഞ വർഷത്തെ വീഡിയോ വെച്ചാണ് എല്ലാവരും വിലയിരുത്തുന്നത്. കഴിഞ്ഞ വർഷത്തെ നമ്മുടെ വീഡിയോയുടെ പ്രഡിക്ഷൻ എക്സാക്ട്ലി സെയിം ആയിരുന്നുവെന്ന് ഒത്തിരി വിദ്യാർത്ഥികളും മാതാപിതാക്കളും പറഞ്ഞിരുന്നു. അവരുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഇന്ന് രാവിലെ റിസൾട്ട് വന്നു, ഇന്ന് വൈകുന്നേരം ഇത് ഷൂട്ട് ചെയ്യാനുള്ള അറേഞ്ച്മെൻറ്റിലേക്ക് നമ്മളിത് മാറിയിരിക്കുന്നത്. സാർ, എന്തൊക്കെയാണ് ഈ വർഷത്തെ എക്സ്പെക്റ്റഡ് കട്ട് ഓഫിൻ്റെ സാധ്യതകൾ? നമുക്ക് 4 ക്യാമ്പസാണ് നമുക്ക് VITക്ക് ഉള്ളത്. വെല്ലൂരുണ്ട്, ചെന്നൈയിലുണ്ട്, അമരാവതി, ഭോപ്പാൽ. അതിൽ 1,00,000 റാങ്കിൽ താഴെയുള്ളവരാണ് വെല്ലൂരും ചെന്നൈയിലും അപ്ലൈ ചെയ്യുന്നത്. അതായത് ഏറ്റവും നല്ല ക്യാമ്പസ്. അപ്പോൾ നമുക്ക് തൽക്കാലം വെല്ലൂരും ചെന്നൈയും ഡിസ്കസ് ചെയ്യാം. ഓക്കെ. മറ്റ് 2 ക്യാമ്പസുകൾ പുതിയ ക്യാമ്പസുകളാണ്. അത് നമുക്ക് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്നുള്ള രീതിയിലാണ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ് നമുക്ക് പറയത്തില്ല, സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ് എന്ന രീതിയിലാണ് അമരാവതിയും ഭോപ്പാലും പോകുന്നത്. ചെന്നൈ ക്യാമ്പസ് വെല്ലൂരിൻ്റെ ഓഫ് ക്യാമ്പസാണ്. അപ്പോൾ അതിനും അതിൻ്റേതായ ഒരു ക്വാളിറ്റി ഉണ്ട്. പ്ലേസ്മെൻ്റൊക്കെ വരുമ്പം രണ്ടും കൂടെ മെർജ് ചെയ്താണ് പലപ്പോഴും അത് കാണുന്നത്, പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും ഡിമാൻഡിങ് വെല്ലൂർ തന്നെയാണ്. ഏറ്റവും ആദ്യത്തെ ക്യാമ്പസ് അതാണ്, വെല്ലൂർ ക്യാമ്പസാണ്. അവിടെ കമ്പ്യൂട്ടർ സയൻസാണ് ഏറ്റവും ഡിമാൻഡിങ്. ഏറ്റവും കൂടുതൽ സീറ്റുള്ളതും 1200ഓളം സീറ്റുകളുമുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ 2,00,000 രൂപ ഫീസ് വരുന്നു. കാറ്റഗറി 2 ആകുമ്പോൾ 3,00,000 ആവും. കാറ്റഗറി 3 ആകുമ്പം 4,00,000 ആവും. 4 ആകുമ്പോൾ 4.5 lakhs ആവും. 5 ആകുമ്പോൾ 5 lakhs. അപ്പോൾ ഇങ്ങനെ പോകുന്നു. അപ്പോൾ കാറ്റഗറി 1-ൽ ബിലോ 600 ഒരു 590 വരെ റാങ്ക് വരെ 590 റാങ്ക് വരെ ആയിരിക്കും കാറ്റഗറി 1-ൽ കിട്ടാവുന്നത്. കാറ്റഗറി 1. ഇനി അത് കാറ്റഗറി 2-ൽ ഒരു 1,430 വരെ വരാം. കാറ്റഗറി 2-ലേക്ക് വരുമ്പോൾ അത് 3-ലേക്ക് വരുമ്പോൾ 7,650. അത് 4-ലേക്ക് വരുമ്പോൾ 18,400. 5-ലേക്ക് വരുമ്പോൾ 31,600. അപ്പോൾ 31,600 പറയുമ്പോൾ 5-ൽ നമ്മുടെ ഫീസ് 5 lakhs ആണ് എന്നുള്ള ഒരു കാര്യമുണ്ട്. ഇനി അടുത്ത ഡിമാൻഡിങ് ആയിട്ട് വരുന്നത് CS വിത്ത് AI ആൻഡ് ഡാറ്റ എഞ്ചിനീയറിംഗ്. ഇത്തവണ അവരുടെ 1-2 ബ്രാഞ്ച് എലിമിനേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. CS വിത്ത് IoT, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ് ഒഴിവാക്കി. അതുപോലെ CS വിത്ത് ബ്ലോക്ക് ചെയിൻ അത് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ CS വിത്ത് AI ആൻഡ് ഡാറ്റ എഞ്ചിനീയറിംഗ് ആണ് അടുത്തായിട്ട് കാണുന്നത്. അതിൽ കാറ്റഗറി 1 1,480. 2 ആകുമ്പോൾ 2,750. 3 14,400. 4 23,000 വരെ വരാം. 5 ആകുമ്പം 32K വരാം. അടുത്ത ഡിമാൻഡിങ് CS വിത്ത് ഡാറ്റാ സയൻസ്. CS ഡാറ്റാ സയൻസ് അത് 1,750 കാറ്റഗറി 1 വരുന്നത്. 3,450 ആണ് കാറ്റഗറി 2. 16K ആണ് കാറ്റഗറി 3. 30K ആണ് കാറ്റഗറി 4. 36K ആണ് കാറ്റഗറി 5 വരുന്നത്. അടുത്ത ഡിമാൻഡിങ് CS
വിത്ത് AI ആൻഡ് ML, ഓക്കെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ്, ആ ഒരു ബ്രാഞ്ചാണ് വരുന്നത്. 1950, 2000 താഴെ ആയിരിക്കും, 1950 വരെ വരാം ഫസ്റ്റ് കാറ്റഗറി. ദെൻ 3200, ദെൻ 17,000 K ആണ്, 17K വരുന്നു. പിന്നെ കാറ്റഗറി 4 എന്ന് പറയുമ്പോൾ 26K ആണ്, 5 35K വരും. പിന്നെ വരുന്നത് CS വിത്ത് സൈബർ സെക്യൂരിറ്റി ഉണ്ട്. ഓക്കെ, അത് 2000 റാങ്ക് വരെ കാറ്റഗറി 1 വരാം. ഒരു 3300 2ലേക്ക് വരുമ്പോൾ 16,500 3, 27,000 4, 33,000 5. പിന്നെ CS വിത്ത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ബ്രാഞ്ചുണ്ട്. CS വിത്ത് ഇപ്പോൾ സൈബർ സെക്യൂരിറ്റിയും ഇത് ഇൻഫർമേഷൻ സെക്യൂരിറ്റിയാണ്. 2,500 ആയിരിക്കും, ആ ഒരു റേഞ്ചിലായിരിക്കും കാറ്റഗറി 1. 6,450 കാറ്റഗറി 2, 17,000 കാറ്റഗറി 3, 28,000 കാറ്റഗറി 4, 40,000 കാറ്റഗറി 5 വരും. ദെൻ CSBS, ഈ CSBS TCS, നമുക്ക് ഒരു TCSൻ്റെ ഒരു അക്കാഡമിക് സെൻറ്റർ അവിടെ ഉണ്ട്, ട്രെയിനിങ് സെൻറ്റർ ഉണ്ട്, സെൻറ്റർ ഓഫ് എക്സലൻസ് ആണെല്ലാം പറഞ്ഞല്ലോ. അപ്പം CSBS TCSും കൂടെ ഉൾപ്പെട്ടുകൊണ്ടുള്ള ഒരു കൊളാബറേഷനിലാണ് ആ പ്രോഗ്രാം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഏകദേശം 3,000 വരെ കാറ്റഗറി 1 കയറി വരാം. ദെൻ 6,650 2, 18,500 3, 28,500 4, 41K 5. ദെൻ IT ഇൻഫർമേഷൻ ടെക്നോളജി ആണ് അടുത്ത ബ്രാഞ്ചായിട്ട് കാണുന്നത്. 4,000 വരെ വരാം 1, 2 7,400 3, 17,000 4, അത് 28.5 വരാം, 5 ഒരു 38K വരും. പിന്നെ CS ബയോ ഇൻഫോർമാറ്റിക്സ് ഉണ്ട്. ഈ ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ഒരു പ്രത്യേകത, ബയോ ഇൻഫോർമാറ്റിക്സ് മാത്തമാറ്റിക്സ് പഠിച്ചിട്ടില്ലാത്ത കുട്ടികൾക്കും എഴുതാം, അപ്ലൈ ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ അതിൻ്റെ റാങ്ക് അല്പം ഉയർന്നതായിട്ട്, കട്ട് ഓഫ് ഉയർന്നതായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഇതാണ് ബയോളജി സ്റ്റുഡൻസിനും +2 മാത്സ് പഠിച്ചിട്ടില്ല എങ്കിലും ആ കുട്ടികൾക്ക് ഉള്ള ഒരു ബിടെക് ആയിട്ടാണ് ഇതിനെ, അങ്ങനെയുള്ള കുട്ടികളാണ് കൂടുതലും ഇതിലേക്ക് വന്ന് കാണുന്നത്. അപ്പോൾ ബയോ ഇൻഫോർമാറ്റിക്സിൽ 8,050 8050 കാറ്റഗറി 1, 2 വരുമ്പോൾ 15.5, 3 20K, ദെൻ 4 30K, 5 41K. പിന്നെ അടുത്തത്, അപ്പം ഇത്രയാണ് വലിയൂരുള്ള CS റിലേറ്റഡ് ആയിട്ടുള്ള. ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ ആഗ്രഹിക്കുക. അതായത് ഇപ്പം നമുക്കറിയാം 2 ലക്ഷം മുതൽ 5 ലക്ഷം രൂപ വരെയാണ് ഈ ഒരു ഫീസ് റേഞ്ച് മാറുന്നത്. ഇപ്പോൾ ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നൊരു വിദ്യാർത്ഥി ഒരു പക്ഷേ ഏത് ബ്രാഞ്ച് എടുക്കുന്നതിനാണോ നല്ലത്, അതോ ഫീസ് നോക്കാതെ ഇഷ്ടമുള്ള ബ്രാഞ്ച് എടുക്കണോ? ശരിക്കും പറഞ്ഞാൽ കമ്പ്യൂട്ടർ സയൻസ് ആണ്, ഏറെക്കുറെ എല്ലാം ഒരു 70% സെയിം ആയിരിക്കുമെന്ന് കരുതിയാൽ ഫീസ് കുറഞ്ഞ ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കുന്നതാണോ ബുദ്ധി, അതോ AIDS തന്നെ വേണം, അല്ല ഇന്നത് വേണമെന്ന് നിർബന്ധം പിടിക്കുന്നതായിരിക്കും നല്ലത്? നമുക്ക് ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന നമുക്കൊരു 3, 4, 5, ഒരു 6 പേപ്പറിക്കുള്ളൊന്നും വേരിയേഷൻ അങ്ങനെ കാണുന്നില്ല ബ്രാഞ്ചുകൾ തമ്മിൽ. CS മെയിൻ ആയിട്ടുണ്ട്, വിത്താണ്, ബാക്കിയെല്ലാം ബ്രാക്കറ്റഡ് ആയിട്ടാണ് നമ്മൾ ഈ ബ്രാഞ്ചസ് എല്ലാം കാണുന്നത്. അപ്പോൾ നമുക്കിവിടെ ഈ പ്ലേസ്മെൻറ്റുകൾ വരുമ്പോൾ നമുക്കറിയാം VIT സംബന്ധിച്ച് സോഫ്റ്റ്വെയർ സെക്ടറിലേക്ക്, പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ്സ് ആണ് അവിടെ കൂടുതലായിട്ടും കാണുന്നത്. കുട്ടികളും കൂടുതലും പഠിക്കുന്നത് ആ ഒരു ബ്രാഞ്ച് റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ സ്പെസിഫിക് ആയിട്ട് CS വേണം എന്ന് നിർബന്ധമില്ല. ഇനി അതിന് കിട്ടുന്നില്ല, ഫീസ് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പം 1 നിന്ന് 2ലേക്ക് വരുമ്പോൾ തന്നെ 1 ലാഖിൻ്റെ ഡിഫറൻസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കേണ്ട കാര്യമില്ല. അത്യാവശ്യം ഞാൻ പറഞ്ഞല്ലോ, അഡ്വാൻസ് ലേണിംഗ് സെൻറ്റേഴ്സൊക്കെ അവിടെ ഉണ്ട്, നല്ല എക്സ്പോഷർ ഉണ്ട്, പല രീതിയിലുള്ള ഡെവലപ്പ് ചെയ്യാൻ ഓണ്ടർപ്രണർഷിപ്പിനുള്ള സാധ്യതകളൊക്കെ അവിടെ ഉണ്ട്, നല്ല ഫാക്കൽറ്റീസും ഒക്കെ ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ കുട്ടിക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. സാർ പറഞ്ഞ രീതിയിൽ ഒരു ആവറേജ് ഫാമിലിയിൽ നിന്ന് വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് കാറ്റഗറി 1-ൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുള്ളപ്പം അത് ചൂസ് ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ. അതെ, നല്ല. അതുപോലെ തന്നെ ആ കൂടെ ഒരു പക്ഷേ നമുക്ക് ഇലക്ട്രോണിക്സ് ECE പോലെയുള്ള ബ്രാഞ്ചൂടെ ആഡ് ചെയ്യാം. കാരണം 720 സീറ്റ് ECEക്ക് വരുന്നുണ്ട്. കാരണം ECE വന്ന ഡബിൾ എഡ്ജാണ്, നമുക്ക് സോഫ്റ്റ്വെയറിലേക്കും പോകാം, ഹാർഡ്വെയറിലേക്കും പോകാം, സെക്ഷനിലേക്കും. അപ്പോൾ അങ്ങനെ 2 ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ ഇൻഡസ്ട്രിയിലേക്കും അതുപോലെ റോബോട്ടിക്സ്, പല മേഖലകൾ, ഒരുപാട് മേഖലകളിലേക്ക് തിരിയാനുള്ള സാധ്യതകളുമുണ്ട്. അപ്പോൾ അതും വേണേൽ ഈ ഒരു ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാവുന്നേ ഉള്ളൂ. സാറിന് ECEയിലേക്ക് നമുക്ക് വരികയാണെങ്കിൽ മറ്റ് ഡിമാൻഡിങ് കോഴ്സുകളിലാണെങ്കിൽ, അപ്പോൾ നമുക്ക് ECEയിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ECEയിൽ നമ്മുടെ ഒരു ECEയിലെ കട്ട് ഓഫ് വരാവുന്നത് 17.8K വരെ കാറ്റഗറി 1 വരെ. അപ്പം നമ്മൾ 17.8 കഴിഞ്ഞ പ്രാവശ്യം കമ്പ്യൂട്ടർ സയൻസ് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ റാങ്കിൽ നിന്നത് ECEയിലേക്ക് വന്നപ്പോൾ നല്ല ഇതിനകത്ത് ഒരു വേരിയേഷനിലേക്ക് വരാൻ കാരണം
കുറേ അധികം കുട്ടികൾ അപ്പോൾ ചെന്നൈയിലേക്ക് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡിലേക്ക് പോയിട്ടുണ്ട്. മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പിന്നെ ഈ ഒരു കാറ്റഗറി വരുന്ന കുട്ടികൾക്ക് നമുക്കറിയാം പല സ്റ്റേറ്റ് എൻട്രൻസ് എക്സാമിനേഷനിൽ ആ സ്റ്റേറ്റ് കോളേജുകളിലൊക്കെ നല്ല സ്കോർ ഉണ്ടാകാം. ഈ ജെയിലാണെങ്കിലും ഒരു NIT IIT കിട്ടുന്ന കുട്ടികളാകാം. അപ്പോൾ അങ്ങനെയൊക്കെ പല കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. അന്നേരം ആ ഒരു വേരിയേഷൻ വരുന്നത്. ഇപ്പോൾ 17.8 വരെ വരാം. അത് കാറ്റഗറി 2-ൽ 31K, 3-ൽ 36K, 4-ൽ 41K, 5-ൽ 48K. അപ്പോൾ ഇത്രയും വേരിയേഷൻസ് വരുന്നുണ്ട്. പിന്നെ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. ആ ബയോമെഡിക്കൽ ഫസ്റ്റ് കാറ്റഗറി 11.8K വരും. ദെൻ സെക്കൻഡ് 21.5, തേർഡ് 24, ഫോർത്ത് 38, ഫിഫ്ത്ത് 40.5. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്, ഇലക്ട്രിക്കൽ ആൻഡ് സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്. അത് ഇലക്ട്രിക്കലിനേക്കാളും ഡിമാൻഡിങ് ആണ് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ അതിൻ്റെ വരുന്നത് 14.3 ആണ് ഫസ്റ്റ്, സെക്കൻഡ് 19K, തേർഡ് 23.5K, ഫോർത്ത് 32K, ഫിഫ്ത്ത് 41K. അതിന് ശേഷമാണ് ട്രിപ്പിൾ നമ്മുടെ ഇലക്ട്രിക്കൽ വരുന്നത്. അത് 21.7K ഫസ്റ്റ്, സെക്കൻഡ് 26.5K, ദെൻ തേർഡ് 31K, ഫോർത്ത് 41K, ഫിഫ്ത്ത് 48K. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റേഷൻ, നമ്മൾ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയും, E&I. അത് 23K ആണ് ഫസ്റ്റ്, 27.5 സെക്കൻഡ്, 32K തേർഡ്, 42 ഫോർത്ത് ആൻഡ് 50 വരെ വരും ഫിഫ്ത്ത്. ദെൻ മെക്കാനിക്കൽ ഒരു 38.5 ഫസ്റ്റ്, സെക്കൻഡ് 62, തേർഡ് 68, ഫോർത്ത് 72, ഫിഫ്ത്ത് 84. ശരിക്കും പറഞ്ഞാൽ ഒരു 1 ലക്ഷത്തിന് താഴെ റാങ്കുള്ള കുട്ടിക്ക് ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ ഏതെങ്കിലും കാറ്റഗറിയിൽ ഒരു സീറ്റ് ഉറപ്പായിട്ടും കിട്ടും, നമുക്ക് പറയാൻ പറ്റും. അടുത്തത് മെക്കാനിക്കൽ വിത്ത് EV ഇലക്ട്രിക് വെഹിക്കിൾ 40K ആണ് ഫസ്റ്റ്, സെക്കൻഡ് 64K, തേർഡ് 70K, ഫോർത്ത് 75K, 85K ആണ് ഫിഫ്ത്ത് വരുന്നത്. പിന്നെ ബയോടെക്നോളജി നമുക്കറിയാം, ബയോളജി സ്റ്റുഡൻസിന് മാത്സ് പഠിക്കാത്തവർക്കും പറ്റും. അതുകൊണ്ട് 9.5 കുറച്ചുകൂടെ ഉയർന്നു 9.5K, ദെൻ 16K സെക്കൻഡ്, തേർഡ് 24K, ഫോർത്ത് 44, ഫിഫ്ത്ത് 51.5. ദെൻ കെമിക്കൽ ഫസ്റ്റ് തന്നെ 45K വരുന്നുണ്ട്. അപ്പം കറസ്പോണ്ടിങ് ആയിട്ട് വലിയ വേരിയേഷൻസ് പിന്നെ കാണാം, 1 lakh താഴെ വരെ വരുന്നുണ്ട്. സിവിൽ ഒരു 57K ആണ് വെല്ലൂർ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വെല്ലൂരെ ഒരു ഡിമാൻഡിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വെല്ലൂർ തന്നെയാണ് അല്ലേ? വെല്ലൂരാണ് ഡിമാൻഡിങ്. ചെന്നൈയേക്കാളും വെല്ലൂരാണ്. ചെന്നൈയിലേക്ക് വരുമ്പോൾ നമുക്ക് ആ വെല്ലൂരിൻ്റെ തൊട്ട് താഴെയുള്ള ആ ഒരു റാങ്ക് നമുക്കൊരു ഗ്യാപ്പ് നമ്മൾ കണ്ടിരുന്നല്ലോ. അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡുമായിട്ടുള്ള തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അതായത് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമുള്ള ബ്രാഞ്ചും വേണം, എന്നാൽ VIT തന്നെ വേണം, ഫീസിൻ്റെ കാര്യത്തിൽ ബെനിഫിറ്റും വേണം. അപ്പോൾ അതുകൊണ്ട് ചെന്നൈയിലേക്ക് കുറേ കുട്ടികൾ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ചെന്നൈയിലെ കട്ട് ഓഫ് നോക്കുമ്പോൾ അത് നമുക്ക് പറയാൻ പറ്റും. ചെന്നൈ കമ്പ്യൂട്ടർ സയൻസ് 3150. അതായത് VIT വെല്ലൂരിലെ ആ ബ്രാഞ്ചസ് 640 കിടന്നതാണ്. അത് അല്ല 640, അതിന് ശേഷമുള്ളതുണ്ട്, കുറച്ചുണ്ട്. ബാക്കി ബ്രാക്കറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ CS റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് ബ്രാഞ്ചുകൾക്ക് ശേഷമാണ് ഇങ്ങോട്ട് വരുന്നത്. ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന് ചെറിയൊരു വ്യത്യാസം അവിടെ ഉണ്ടല്ലോ, അതുകൊണ്ടാണ്. 3150 ഫസ്റ്റ് വരുന്നത്, സെക്കൻഡ് 5000, തേർഡ് 14.5, ഫോർത്ത് 25.5, ഫിഫ്ത്ത് 32.5. പിന്നെ CS വിത്ത് AI ആൻഡ് ML അത് ഇവിടെയുണ്ട്. 4500 വരെ ഫസ്റ്റ് കാറ്റഗറി വരും. ദെൻ 7500, 18,000, 29,000, 40,000, ഇങ്ങനെയാണ് 5 കാറ്റഗറി പോകുന്നത്. പിന്നെ CS വിത്ത് ഡാറ്റാ സയൻസ് ഉണ്ട്. അത് 8.15K ആണ് ഫസ്റ്റ് വരുന്നത്, സെക്കൻഡ് 16K, ദെൻ 20K, 30K, 43K. പിന്നെ CS വിത്ത് സൈബർ സെക്യൂരിറ്റി അടുത്തൊരു ബ്രാഞ്ച്. ഇതെല്ലാം വെല്ലൂരും ഉള്ളതാണ്. 10K, 18.7K, 21.5, 32K, 41K. പിന്നെ CS വിത്ത് സൈബർ ഫിസിക്കൽ സിസ്റ്റം അങ്ങനെയുണ്ട്. ആ 12.2K ഫസ്റ്റ്, 17.5 ആണ് സെക്കൻഡ്, ദെൻ നെക്സ്റ്റ് 24K, ഫോർത്ത് 32.5, ഫിഫ്ത്ത് 44K. പിന്നെ CS വിത്ത് AI ആൻഡ് റോബോട്ടിക്സ് അത് നമ്മുടെ വെല്ലൂർ ക്യാമ്പസിൽ ഇല്ലാത്തൊരു ബ്രാഞ്ചാണ്, സ്പെഷ്യൽ ബ്രാഞ്ചായിട്ട് നമുക്ക് അത് ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. 14.8 ഫസ്റ്റ്, സെക്കൻഡ് 20,
തേർഡ് 24.5, ദെൻ ഫോർത്ത് 35, ഫിഫ്ത്ത് 45. പിന്നെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ, നമ്മൾ വലിയൊരു ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ഉണ്ടായിരുന്നു. ഇവിടെ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടറും ഉണ്ട്, അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടറും ഉണ്ട്. ഇവിടെ രണ്ടും ഉണ്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടറിന് 16K ആണ്. 16K, ഓക്കെ. അതായത് നമുക്ക് പറയാം വെല്ലൂരെ ഇലക്ട്രോണിക്സിനേക്കാളും ഡിമാൻഡിങ് ആണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്പ്യൂട്ടർ വരുമ്പോൾ. 16K ആണ് ഫസ്റ്റ്, സെക്കൻഡ് 26K, തേർഡ് 31K, ഫോർത്ത് 33K, ഫിഫ്ത്ത് 36K. ദെൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ECE നമ്മുടെ നോർമൽ ബ്രാഞ്ച് 20.5 ആണ്. ദെൻ 37.5, 41, 47, 51.5. പിന്നെ ECE വിത്ത് VLSI ഡിസൈൻ എഞ്ചിനീയറിംഗ് അത് 28.5 ആണ് ഫസ്റ്റ്, സെക്കൻഡ് 41, തേർഡ് 44, ഫോർത്ത് 46.5, ഫിഫ്ത്ത് 58. പിന്നെ ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ അടുത്തൊരു ബ്രാഞ്ച് അത് 34K, 43K സെക്കൻഡ്, 51.5, 59 ആൻഡ് 60.5. ദെൻ ട്രിപ്പിൾ ഇ 37.5, 46, 57.5, 64, 66. ദെൻ മെക്കാനിക്കൽ 47, 55, 59, 68, 74 ആ ഒരു റേഞ്ചിൽ മെക്കാനിക്കലും. അപ്പോൾ നമുക്ക് ഇത്രയൊക്കെയാണ് ഏകദേശം നമുക്ക് പറയാവുന്നത്. അപ്പോൾ ഈ ഒരു കട്ട് ഓഫൊക്കെ വെച്ചുകൊണ്ട് ഡിസിഷനൊക്കെ എടുക്കാം. അപ്പോൾ കാറ്റഗറി ശ്രദ്ധിക്കണം. നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസ് കൊടുക്കുമ്പോൾ കാറ്റഗറിയും നോക്കണം, നമ്മുടെ ബ്രാഞ്ച്, നമ്മൾ ഉദ്ദേശിക്കുന്ന ബ്രാഞ്ചും നമുക്കെപ്പോഴും താഴെ നിന്ന് മുകളിലേക്ക് പോകാൻ സാധ്യതയുള്ളൂ എന്നുള്ള ഒരു കാര്യങ്ങൾ ഓർക്കണം. കാറ്റഗറി ശ്രദ്ധിച്ചിട്ട് വേണം നമുക്ക് തീരുമാനിക്കാനായിട്ട്. ഏത് കാറ്റഗറിയിൽ നിന്ന് എവിടുന്ന് എങ്ങോട്ടും പോകാം. അപ്പം 1ൽ നിന്ന് 2ലേക്കും പോകാം, 2ൽ നിന്ന് 1ൽ. അതിനുള്ള ഓപ്ഷൻ നമ്മളവിടെ ഉണ്ടായിരിക്കണം. ആ രീതിയിൽ വേണം ഓപ്ഷൻസ് സെറ്റ് ചെയ്യാനായിട്ട്. വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളുടെ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നതാണ് VIT എന്ന് പറയുന്നത്. ഒരുപക്ഷെ ആദ്യം തുടങ്ങുന്നതും ആദ്യം അലോട്ട്മെൻറ്റ് പൂർത്തിയാകുന്നതും VIT ആണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആകുന്ന ഇൻഫർമേഷൻസ് ആണ് ജോബി സാർ നമ്മോട് പങ്കുവച്ചത്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.